അസ്സലാമലൈക്കും, വെൽക്കം ടു ലനാസ് വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ റെസിപ്പിയാണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് ആദ്യം തന്നെ വേണ്ടത് ഗുലാബ് ജാമുൻ്റെ മിക്സാണ്. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാലും വെള്ളവും ചേർത്ത് കൊടുത്തതാണ്. അത് നമുക്ക് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒന്നായിട്ട് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് ആഡ് ചെയ്യണം. നന്നായിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് എടുക്കണം. കയ്യിൽ അല്പം നെയ്യോ ഓയിലോ ചേർത്ത് നന്നായിട്ട് അമർത്തി അങ്ങനെ സെറ്റിലാക്കിക്കോളൂ. അങ്ങനെ നമുക്ക് എല്ലാം ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ എല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. 31 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് പാൻ വെക്കാം. അപ്പോൾ പാൻ ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് 250 ഗ്രാം ഷുഗർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന് അതേ അളവ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം കേട്ടോ, ഒരുപാട് കത്തിക്കരുത്. മീഡിയം ഹീറ്റിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഒന്നുകൂടി ആവാനുണ്ട്. ഷുഗർ സിറപ്പിലേക്ക് ഏലക്ക 2 എണ്ണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കും. സിറപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവണ്ട കേട്ടോ, നന്നായിട്ട് തിളച്ചാൽ മതിയാവും. 2-3 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി അടുത്ത റൗണ്ട് നമുക്കിടാം. മീഡിയം ഹീറ്റിൽ വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളു വേവാതെ പുറം മാത്രം നന്നായിട്ട് കളർ മാറി വരും. ഇനി ഗുലാബ് ജാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് സിമ്മിൽ വെക്കണം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാ ബോൾസും ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് 2-3 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ഉള്ളിലേക്ക് ഒബ്സർവ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, കണ്ടില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.